രുദ്രാക്ഷം ബസ്സിൽ കയറിയ ശേഷം ചിമ്മുന് ആദ്യം ഇരിക്കുവാനായി സീറ്റൊന്നും ലഭിച്ചില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ എണീറ്റു. അപ്പോഴേക്കും ചിമ്മു ആ സീറ്റിൽ പോയിരുന്നു. കണ്ടക്ടർ വന്നപ്പോൾ അവൾ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. ചേട്ടാ, എത്ര ദൂരമുണ്ട് അവിടെ എത്താൻ? 40 മിനിറ്റ്. കണ്ടക്ടർ പറഞ്ഞതും അവൾ തലകുലുക്കി. സൈലൻ്റ് ആക്കി വെച്ചിരുന്ന മൊബൈൽ ഫോൺ ചിമ്മു ബാഗിൽ നിന്ന് പുറത്തേക്കെടുത്തു. സ്റ്റെല്ലമ്മയുടെ മെസ്സേജ് വന്ന് കിടപ്പുണ്ട്. അവളത് ഓപ്പൺ ചെയ്തു. മോളെ, വീട്ടിലെത്തിയ ശേഷം വിളിക്കണേ, അമ്മയ്ക്കൊരു കാര്യം പറയാനുണ്ട്. ഓക്കെ എന്ന് അവൾ റിപ്ലൈ കൊടുത്തു. എന്നിട്ട് ഫോൺ ബാഗിലേക്ക് വെച്ചു. അർജുൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഓർക്കുമായിരുന്നു ചിമ്മു. എന്തൊരു വൃത്തികെട്ട രീതിയാണ്. ഇങ്ങനോട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ വേണ്ടില്ല. ഇതാരെ കാണിക്കാനാണ് ഇന്ന് തന്നെ വെളിയിലിറക്കി നിർത്തിയത്? അവളുടെ കണ്ണ് നിറഞ്ഞു വന്നു. അതുകൊണ്ടല്ലേ അടുത്ത ടീച്ചർ ക്ലാസ്സിൽ വന്നപ്പോൾ അവർ പോലും തന്നെ പഠിക്കില്ലാത്ത ഒരു കുട്ടിയെ കണ്ടത്? അവൾക്ക് നെഞ്ചു വിങ്ങി. കാർത്തിക് വന്ന് തന്നോട് സംസാരിച്ചു. അതും കുറ്റം തനിക്ക്. ആ ഒരൊറ്റ കാരണത്താൽ എന്തെല്ലാം വൃത്തികേട് പറഞ്ഞു. ഇതൊക്കെ കേട്ടുകൊണ്ട് എന്തിനിങ്ങനെ അർജുനേട്ടൻ്റെ കൂടെ കഴിയുന്നതാ? അല്ലേലും 6 മാസം. അത് കഴിഞ്ഞാ ആളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയിക്കണമെന്നല്ലേ പറഞ്ഞത്? പോകും, തീർച്ചയായും പോകും. ചിമ്മു തൻ്റെ മനസ്സിനോട് തീർത്തു പറഞ്ഞു. പിന്നെയും ഓരോന്ന് ആലോചിച്ച് കൂട്ടിക്കൊണ്ട് പെണ്ണ് സങ്കടത്തോടെ ഇരുന്നു. അപ്പോഴേക്കും അവൾക്കുള്ള സ്റ്റോപ്പിൽ ബസ് എത്തിയിരുന്നു. കുട്ടി ഇറങ്ങുന്നില്ലേ? കണ്ടക്ടർ വിളിച്ചു ചോദിച്ചതും തല കുലുക്കിക്കൊണ്ട് ചിമ്മു ചാടി എണീറ്റു. പെട്ടെന്ന് അവൾ വീഴാൻ തുടങ്ങി. ആ, ബസ് നിർത്തിയിട്ട് ഇറങ്ങുമോ അച്ഛേ എന്ന് പറഞ്ഞ് ആരൊക്കെയോ അവളെ വഴക്കും പറഞ്ഞു. ബസ് ഇറങ്ങിയ ശേഷം അവൾക്ക് ചെറിയൊരു പരിങ്ങലുണ്ടായി. കാരണം എവിടേക്ക് പോകുമെന്നൊരു ഐഡിയ കിട്ടിയില്ല. അർജുൻ്റെ കൂടെ കാറിൽ പോയൊരു പരിചയം മാത്രമേ ഉള്ളൂ. ഈ നാട്ടിൽ വന്നിട്ട് ഒരാഴ്ച പോലും ആയിട്ടുമില്ല. ഒരു ചേച്ചി നടന്നു വരുന്നത് കണ്ടതും അവൾ അവരോട് വഴി ചോദിച്ചു. ചിമ്മുവിൻ്റെ അയൽക്കാരിയായ സിന്ധു ചേച്ചിയുടെ വീട്ടിലേക്കുള്ള വഴിയാണ് അവൾ ചോദിച്ചത്. ഭാഗ്യവശാൽ ആ സ്ത്രീക്ക് അതറിയുകയും ചെയ്യായിരുന്നു. അവർ വഴിയും സ്ഥലവും അവളോട് പറഞ്ഞു കൊടുത്തു. അവരോട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ചിമ്മു മെല്ലെ നടന്ന് വീട്ടിലേക്ക് പോയി. അവളെത്തിയപ്പോൾ അർജുൻ ഉമ്മറത്തുണ്ട്. അതും വല്ലാത്ത ദേഷ്യത്തിലാണ് അവൻ്റെ ഇരിപ്പ്. ചിമ്മു വന്നതും അർജുൻ അവളെ അകത്തേക്ക് കയറാൻ സമ്മതിക്കാതെ തടഞ്ഞു. ഡി, അവിടെ നിൽക്കടി. അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു. എന്നാൽ ചിമ്മു അർജുൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അകത്തേക്ക് കയറി വന്നതും സത്യത്തിൽ അർജുൻ ഒന്ന് ഞെട്ടി. ആമി, അവൻ ഉച്ചത്തിൽ വിളിച്ചു. ചിമ്മു പക്ഷേ അവനെ തിരിഞ്ഞു നോക്കുപോലും ചെയ്യാണ്ട് നേരെ റൂമിലേക്ക് പോയി. ബാഗ് കൊണ്ടുപോയി ഊരി വെച്ച ശേഷം അവൾ മാറുവാനുള്ള ഡ്രസ്സ് എടുത്ത് വാഷ്റൂമിലേക്ക് കയറി. ഡോറടിച്ച് ലോക്ക് ചെയ്യും മുന്നേ അർജുൻ വന്നിട്ട് അത് തള്ളി തുറന്നു. അവൻ ചിമ്മുവിൻ്റെ കൈത്തണ്ടെ പിടിച്ചു വലിച്ച് അവളെ വെളിയിലേക്ക് ഇറക്കി. ഒരെണ്ണം തന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് അർജുൻ അവളെ അടിക്കുവാനായി കൈ ഉയർത്തിയതും ചിന്മയുടെ മിഴികൾ നിറഞ്ഞു. അവളൊന്ന് മുഖമുയർത്തി അർജുനെ നോക്കി. ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടാൻ മാത്രം എന്തെങ്കിലും തെറ്റ് ഞാൻ ചെയ്തോ അർജുനേട്ട? കണ്ണീരടക്കാൻ പാടുപെട്ടുകൊണ്ട് അവൾ അർജുനെ നോക്കി ചോദിച്ചു. കുട്ടികളുടെ എല്ലാവരുടെയും മുമ്പിൽ ഞാനൊരു കൊള്ളരുതാത്തവളായി മാറി. അർജുനേട്ടൻ പോയ ശേഷം വന്ന ടീച്ചർ പോലും എന്നെ ഒരു മോശക്കാരിയായിട്ടാണ് കണ്ടത്. അവൾ വിതുമ്പി. അതിന് ഞാനെന്ത് ചെയ്യണം? നിന്റെ പൂങ്കണ്ണീറൊന്നും എൻ്റെ അടുത്ത് ഇറക്കണ്ട. ഈ അർജുൻ ഇതൊന്നും കണ്ട് മയങ്ങി വീഴുന്നവനുമല്ല. ദേഷ്യത്തോടെ അവൻ ചിമ്മുവിനെ നോക്കി പറഞ്ഞു. ഇത്രയ്ക്ക് വെറുപ്പ് കാണിക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ചോദിച്ചുകൊണ്ട് അർജുൻ്റെ ഇരു ചുമലിലും പിടിച്ചൊലിച്ചു. അപ്പോഴേക്കും അവൾ വാവിട്ട് കരഞ്ഞുപോയി. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എനിക്കിപ്പോൾ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന്. ഈ വിവാഹത്തിൽ നിന്നും പിന്മാറണമെന്നും പറഞ്ഞതല്ലേ നിന്നോട്? എന്നിട്ട് നീ എന്താടി അത് കേൾക്കാഞ്ഞത്? അർജുൻ ചോദിച്ചതും ചിമ്മു തൻ്റെ കവളിലെ കണ്ണീർ ഇരു കൈ പത്തിക്കൊണ്ട് തുടച്ചു മാറ്റി. നിങ്ങളെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഈ വിവാഹത്തിന് സമ്മതം മൂളിയത്. ഒരുപാട് ഇഷ്ടമായതുകൊണ്ട്. പക്ഷേ നിങ്ങൾക്ക് എന്നോട് ഇത്രയും വെറുപ്പാണെന്ന് ഞാൻ ഓർത്തിരുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ എന്നോട് ഇത്രയും വെറുപ്പായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു. തെറ്റുപറ്റിപ്പോയി. അത് തിരുത്താൻ ഞാൻ ബാധ്യസ്ഥയുമാണ്. എത്രയും പെട്ടെന്ന് പൊയ്ക്കോളാം. എൻ്റെ ഭഗവതിയാണ് സത്യം. ഒഴിഞ്ഞു പൊയ്ക്കോളാം. അർജുനെ നോക്കി കൈകൂപ്പി പറഞ്ഞുകൊണ്ട്
അവൾ കണ്ണീരടക്കാൻ പാടുപെട്ടു. ചിന്മയി പറയുന്ന കേട്ട് അർജുൻ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഞാൻ പൊയ്ക്കോളാം. എന്നെ ഇഷ്ടമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇതുവരെ ആർക്കും ഞാനൊരു ശല്യമായി തീർന്നിട്ടില്ല. ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അർജുനേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് പൊയ്ക്കോളാം. കണ്ണീരടക്കാൻ പാടുപെട്ടുകൊണ്ട് പാവം പെൺകുട്ടി മുറിയിലേക്ക് കയറിപ്പോയി. അവളുടെ വാക്ക് കേട്ടതും അർജുൻ്റെ ഹൃദയത്തിലും ഒരു കൊളുത്തി വലിക്കൽ പോലെ. അവൻ ഡോറടിച്ച് ലോക്ക് ചെയ്തിട്ട് സിറ്റിയിലേക്ക് വന്നിരുന്നു. ചിന്മയി ഡ്രസ്സ് മാറുമായിരിക്കുമെന്നാണ് അർജുൻ കരുതിയത്. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞിട്ടും അവൾ ഇറങ്ങി വരാതായപ്പോൾ അർജുൻ പതിയെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി ചെന്നു. ചുവരിൽ ചാരിയിരുന്ന് മുട്ടിന്മേൽ മുഖം പൂഴ്ത്തി വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചിന്മയെയാണ് അവൻ കണ്ടത്. ആമി. അവൻ്റെ ശബ്ദം കേട്ട് ചിമ്മു മുഖമുയർത്തി. അവളുടെ കരഞ്ഞു കലങ്ങിയ മിഴികൾ കണ്ടതും അർജുൻ അരികിലേക്ക് ചെന്നു. ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിന്നെ വെളിയിൽ ഇറക്കി നിർത്തിയത്. എന്താണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നിനക്ക് മറുപടി പറയാനില്ലായിരുന്നു. അതിൻ്റെ അർത്ഥം നീ എൻ്റെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ല എന്നാണ്. ഞാനൊരു അധ്യാപകനാണ്. എൻ്റെ സ്റ്റുഡൻസ് ഞാൻ പഠിപ്പിക്കുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിനുള്ള ആക്ഷൻ എനിക്കെടുക്കാനും പറ്റും. അത് നീയെന്നല്ല, ആരായാലും ശരി. അർജുൻ്റെ ശബ്ദം ഉയർന്നതും ചിമ്മു തറയിൽ നിന്നും മെല്ലെ എഴുന്നേറ്റു. പെട്ടെന്ന് അവൾ വേച്ചു പോയതും അർജുൻ അവളെ താങ്ങിപ്പിടിച്ചു. അവൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് ചിന്മയി നേരെ നിന്നു. ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ നീ എന്തോർത്തുകൊണ്ടിരിക്കുമായിരുന്നു? നിന്നെപ്പോലെ തന്നെയല്ലേ ബാക്കി കുട്ടികളെല്ലാവരും? അവരോടൊക്കെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് എല്ലാവരും ആൻസർ തന്നു. നീ മാത്രം എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് വെളിയിലിറക്കി നിർത്തിയതാണ് അവൾക്ക് കുഴപ്പം. എൻ്റെ സ്വഭാവം എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാനൊരു കാർക്കശ്യ സ്വഭാവക്കാരനാണ്. പഠിപ്പിക്കുന്ന സമയത്ത് സ്റ്റുഡൻസ് എല്ലാവരും നിർബന്ധമായിട്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കണം. അല്ലാത്തവരാരും എൻ്റെ ക്ലാസ് റൂമിൽ പാടില്ല. ഈ നിലപാടിൽ എനിക്ക് ഒരിക്കലും മാറ്റം വരുത്താനും പറ്റില്ല. അതിൻ്റെ ഭാര്യ ആയാലും ശരി, ആരായാലും ശരി. ഭാര്യയോ? ആരാണ് നിങ്ങളുടെ ഭാര്യ? ചിമ്മു അവനെ പുച്ഛത്തോടെ നോക്കി. എന്നിട്ട് വാർഡ്രോബ് തുറന്ന് മാറി ധരിക്കാനുള്ള ഡ്രസ്സും എടുത്ത് അവൾ നേരെ വാഷ്റൂമിലേക്ക് പോയി. കുറേ സമയം അതിനുള്ളിൽ നിന്ന് കരഞ്ഞ ശേഷമാണ് അവൾ ഇറങ്ങി വന്നത്. കരഞ്ഞപ്പോഴേക്കും വിഷമങ്ങൾ ഇത്തിരി കുറഞ്ഞു. നനഞ്ഞ മുടിയൊക്കെ എടുത്ത് ഒരു ടവൽ ഉപയോഗിച്ച് കെട്ടിവെച്ചു. ശേഷം അവൾ അടുക്കളയിലേക്ക് നടന്നു. വല്ലാണ്ട് വിശക്കുന്നുണ്ടായിരുന്നു. അർജുൻ എന്തൊക്കെയോ ചെയ്തുകൊണ്ട് അടുക്കളയിൽ നിൽക്കുന്നത് ചിമ്മു കണ്ടു. അവൻ കോഫി തയ്യാറാക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. ചിമ്മു ഒരു ചരുവത്തിലേക്ക് ഇത്തിരി വെള്ളവും പാലുമൊക്കെ ചേർത്തൊഴിച്ചു. ഗ്യാസിൽ വെച്ചപ്പോൾ അർജുൻ അവളെ നോക്കി. നിനക്കുള്ള കോഫി ഇതാ, പറഞ്ഞുകൊണ്ട് അവൻ ഒരു കപ്പിലേക്ക് കോഫി പകർന്നൊഴിച്ചു. ശേഷം അതെടുത്ത് ചിമ്മുവിൻ്റെ നേർക്ക് നീട്ടി. ചിമ്മു അത് കേട്ട ഭാവം പോലും നടിക്കാതെ അവൾക്കുള്ള കോഫി സ്വയം തയ്യാറാക്കി. ഇത് നിനക്ക് വേണ്ടി എടുത്തു വെച്ചതാ, അർജുൻ വീണ്ടും പറഞ്ഞെങ്കിലും അവൾ ശ്രദ്ധിക്കാനേ പോയില്ല. സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അർജുൻ ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 2-3 ബിസ്ക്കറ്റ് എടുത്ത് സ്വയം തയ്യാറാക്കിയ കോഫിയുമായിട്ട് അവൾ ഹോളിലേക്ക് ഇറങ്ങിപ്പോയി. അവളുടെ ചെയ്തികളൊക്കെ കണ്ടുകൊണ്ട് അർജുൻ അവളുടെ പിന്നാലെ വന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ കിടക്കുന്ന ഒരു കസേരയിലിരുന്നു. ഇടയ്ക്കൊക്കെ ചിമ്മു നോക്കുമ്പോൾ അർജുൻ അവളെ ശ്രദ്ധിക്കുന്നതാണ് കണ്ടത്. വിയർപ്പിച്ച മുഖത്തോടെ ഇരുന്ന് അവൾ കോഫി കുടിച്ച് എഴുന്നേറ്റ് പോയി. കപ്പും പാത്രവും ഒക്കെ കഴുകി വെച്ച ശേഷം റൂമിലേക്ക് ചെന്നിട്ട് മെഷീനിൽ അലക്കുവാനുള്ള തുണികളൊക്കെ എടുത്തു. അർജുൻ്റെ തുണികളും അതിലുണ്ടായിരുന്നു. മനഃപൂർവ്വം ആ തുണികളൊന്നും അവൾ എടുത്തില്ല. അവളുടേത് മാത്രം എടുത്തുകൊണ്ട് വിരിച്ചിടുവാനായി പോയി. അർജുൻ വന്നിട്ട് വാഷിംഗ് മെഷീൻ്റെ അകത്ത് നോക്കിയപ്പോൾ അവൻ്റെ ഡ്രസ്സുകളൊക്കെ അതുപോലെ കിടക്കുന്നു. ചിന്മയെടുത്ത് പിരിച്ചിടുമായിരിക്കുമെന്ന് അർജുൻ കരുതിയെങ്കിലും അവൾ പിന്നീട് ആ ഭാഗത്തേക്ക് നോക്കാൻ പോലും വന്നില്ല. ഇത്തിരി നേരം കൂടി ഇരുന്ന ശേഷം അർജുൻ തന്നെ ചെന്നിട്ട് അവൻ്റെ പാൻറ്റും ഷർട്ടും മുണ്ടും ഒക്കെ എടുത്ത് അഴയിൽ വിരിച്ചിട്ടു. ചിമ്മു അടുക്കളയിൽ എന്തൊക്കെയോ ജോലികൾ ചെയ്യുന്നുണ്ട്. അർജുനാണെങ്കിൽ വെള്ളം കുടിക്കാനെന്ന വ്യാജേന അടുക്കളയിലേക്ക് പോയി. ഒരു കുക്കറിൽ കുറച്ച് അരിയും ചെറുപയറും എടുത്ത് വേവിക്കുവാനായി വെക്കുകയാണ് ചിമ്മു. ആമി,
ചോറും കറികളും ഒക്കെ ഇരിപ്പുണ്ട്. ഇനി എന്തിനാ വേറെ വെക്കുന്നത്? അർജുൻ ചോദിച്ചെങ്കിലും അവൾ അതിന് മറുപടി കൊടുത്തില്ല. നിനക്ക് ചെവി കൂട്ട് കേ നിനക്ക് ചെവി കേട്ടുകൂടെയെന്ന് അവൻ അലറി. എനിക്ക് നിങ്ങളോട് മിണ്ടാൻ താല്പര്യമില്ല. എന്നോട് മിണ്ടിക്കൊണ്ടും വരണ്ട. കലിമുരുണ്ട് പെണ്ണവൾ പറഞ്ഞതും അർജുൻ അവളെ അടിമുടിയൊന്ന് നോക്കി. എന്താടി, നീ എന്താ ഉദ്ദേശിച്ചത്? അവൻ മനസ്സിലാകാത്ത മട്ടിൽ അരികിൽ നിൽക്കുന്നവളെ നോക്കി. എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. ഞാൻ എന്ത് വേണേലും ചെയ്യും. അതിന് നിങ്ങൾക്കെന്താ? നെറ്റി ചൊളിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ഇവിടെ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം ഇരിപ്പുണ്ട്. പിന്നെന്തിനാ നീ ഇപ്പോൾ വേറെ കഞ്ഞി വെക്കുന്നത്? അർജുനേട്ടൻ ഉണ്ടാക്കിയതൊക്കെ സ്വന്തമായിട്ടങ്ങ് കഴിച്ചാൽ മതി. എനിക്ക് വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം. ആരുടെ സഹായം മുട്ട് വേണ്ടതാനും. അവനെ നോക്കി കൈകൂപ്പി തൊഴുത് കാണിച്ചുകൊണ്ട് അവൾ തന്റെ ജോലികൾ തുടർന്നു. പെട്ടെന്ന് അർജുൻ അവളുടെ കൈത്തുടയിൽ പിടിച്ചു വലിച്ച് അവൻ്റെ മുമ്പിലേക്ക് തിരിച്ചു നിർത്തി. നീ ഉണ്ടാക്കുന്നതൊക്കെ കൊള്ളാം. ഒരല്പം പോലും ബാക്കി വരാതെ മുഴുവനും കഴിച്ചു തീർത്തോണം. ഫുഡ് വേസ്റ്റാക്കാൻ ഞാൻ സമ്മതിക്കില്ല. കാശ് കൊടുത്ത് വാങ്ങി വെച്ചതാണിതൊക്കെ. കൈ വിടുന്നുണ്ടോ? എനിക്ക് വേദനിക്കുന്നു. ചിമ്മു കുതിറിക്കൊണ്ട് പറഞ്ഞു. അരമണിക്കൂറിനുള്ളിൽ റൂമിലേക്ക് വന്നേക്കണം. ഇന്ന് പഠിപ്പിച്ചതൊക്കെ ഒന്നുകൂടെ റിവൈസ് ചെയ്യാനുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചോളാം. എനിക്ക് ആരുടെയും ഹെൽപ്പ് വേണ്ട. ചിമ്മു പെട്ടെന്ന് അവനോട് പറഞ്ഞു. നിനക്ക് ഹെൽപ്പ് വേണോ വേണ്ടയോ എന്നുള്ളതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഇപ്പോൾ ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി. അല്ലാണ്ട് ഇങ്ങോട്ട് കൂടുതൽ സംസാരമൊന്നും വേണ്ട. അവളെ നോക്കി പറഞ്ഞ ശേഷം അർജുൻ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഞാൻ വരില്ല. എന്നെ ആരും പഠിപ്പിക്കാമെന്ന് ഓർക്കണ്ട. അവനെ നോക്കി അവൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. തുടരും. ചിമ്മു ഇത്തിരി അകന്ന് നിൽക്കട്ടല്ലേ. അങ്ങനെ വന്നാലേ അർജുൻ അവളുടെ വില മനസ്സിലാക്കത്തുള്ളൂ.